എടി എനിക്ക് വേറെ ജോലിയുണ്ട്. കുറെ നേരമായാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കാര്യമെന്ന് വെച്ചാൽ പറ. ചേച്ചി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഒരു തീരുമാനം എടുക്കണം. എന്ത് കാര്യത്തിന്? ഇന്ന് ജോസഫേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? ഓ, അറിയില്ല. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. ആ, എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഞാനെന്ത് തീരുമാനം പറയാൻ? എൻ്റെ ചേച്ചി ജോസഫേട്ടൻ്റെ ചേച്ചിന് ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങേരെ ഞങ്ങൾ ആദ്യം സംശയാസ്പദമായിട്ടൊക്കെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ആള് നല്ല മനുഷ്യനാ ചേച്ചി. എടി എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ചേച്ചി ധൈര്യപൂർവ്വം ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തോണ്ടാ ഇപ്പം ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അത് മറക്കരുത്. അതൊക്കെ ശരിയാ. എൻ്റെ ചേച്ചി ഒറ്റയ്ക്ക് ജീവിക്കാം. അത് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്തിനും ഏതിനും ഒരാൾ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ ഉണ്ടാവുമ്പോണ്ടല്ലോ, അതൊരു വേറെ ലെവലാ ചേച്ചി. ദേ, ജോസഫേട്ടൻ അങ്ങനെ ഒരാളാ. എടിയിലേക്ക് നീ പോകല്ലേ? പോകണ? ഞാൻ പോയിട്ട് വരാം. ചേച്ചി നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്ക്. ഓക്കെ? ചിറ്റിടിയല്ലേ? പോ. അപ്പൊ തുടങ്ങാം. ഡയലോഗ് നോക്കിയില്ലേ? കണ്ടോ ഇപ്പൊ സീൻ എങ്ങനെ മാറി നോക്ക്. കുറച്ച് ചൂടുവെള്ളം കിട്ടും. എന്തിനാണ്? എനിക്ക് എന്തായാലും കോണ്ടി വരും. അയ്യടാ, നീ കണ്ടോ പിള്ളേരുടെ പെർഫോമൻസ്? പിന്നെ നിന്റെ അറിവിലേക്ക് ഞാൻ പറയാം. ഇത് നടക്കുന്നതിന്റെ ബാക്ക്ഡ്രോപ്പ് ആക്ച്വലി ഒരു ഇവന്റ് ആണ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. തുടങ്ങാം. ആക്ഷൻ. ഹായ്, ഈവൻ ടീമിലുള്ളല്ലേ? മീനാക്ഷി എന്നല്ലേ പേര്? ഞാൻ അവിനാഷ്. ഓ, നമ്മുടെ ഫോണിൽ സംസാരിച്ചു. താങ്ക്സ് ലോട്ട്. ഈ ലാസ്റ്റ് സെക്കൻഡിൽ വന്നല്ലോ. ഇറ്റ്സ് ഓക്കേ. മറ്റേ ഫ്രണ്ടിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹാൻഡ് ഫ്രാക്ചർ ആണ്. മൈ ലക്ക്. ആക്ച്വലി ഞാനിപ്പോ പ്രൊബേഷൻ പീരീഡിലാ. അപ്പൊ എന്റെ ഓഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച വർക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ ദാ ഇങ്ങോട്ട് പോന്നു. ബാക്കിയൊക്കെ അവര് നോക്കിക്കോളൂ. കുട്ടി എന്നെ വിളിച്ച നമ്പറിൽ വാട്സാപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാലോ. ഒഫീഷ്യലി ഓർ അൺഒഫീഷ്യലി? ബോത്ത്. വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഉണ്ടല്ലോ. നന്നായിട്ട്. എങ്ങനെയുണ്ട്? ഞാനൊരു മാന്യനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കോപിയില്ല. തിയേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് ഇത്ര ക്ഷമയൊന്നും കാണില്ല കേട്ടോ. രണ്ടാളും കൂടെ ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഒട്ടും കണ്ടോട്ടാ. എന്താ ഓർഡർ ചെയ്യണ്ടേ? അതെ, ഞാനൊന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരട്ടെ, എന്നിട്ട് ഓർഡർ ചെയ്യാം. നീ സത്യം പറ, നീ കൊടുത്താർന്നാ? അയ്യോ, ഞാൻ കൊടുത്തു വിട്ടേണ് ചേച്ചി. അപ്പൊ പിന്നെ ആ കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞതാ? എനിക്കറിയില്ല ചേച്ചി. ഞാൻ വേണി ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ട് പറയാ ചേച്ചി. സമാധാനിക്ക്. എന്താണ് പ്രശ്നം? എനിക്കറിയില്ല സമയട്ടെ. കുറച്ച് നേരമായിട്ട് ഇങ്ങനെയാണ്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യമാണ്. രാവിലെ ലക്കി ചേച്ചിയായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് എന്തോ പ്രശ്നമുണ്ട്. നീ കേട്ടോ, ഞാൻ നോക്കിക്കോളാം. എന്താ ചേച്ചി, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലെന്നീ. എന്നാ ഞാൻ ലക്കി വിളിച്ച് ചോദിച്ചോളാം. എന്താ സാം? ചേച്ചിക്ക് എന്തോ പറയാണ്ടെന്ന്. അതിന് ചേച്ചി ഇങ്ങനെ എല്ലാവരുടെയും ദേഷ്യപ്പെട്ട് എന്താ കാര്യം? വീട്ടിൽ പോയിട്ട് സമാനമായിട്ട് ആലോചിച്ച് നോക്ക്. ഞാൻ ഇനി വീട്ടിൽ പോയി ആലോചിച്ചാൽ ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് തോന്നണില്ല. അപ്പോൾ എന്തായാലും ഒരു ഉത്തരം പറഞ്ഞാലേ പറ്റുള്ളൂ. എടാ സാമി, സത്യം പറഞ്ഞ എനിക്കിതിന് ഒരു എത്തിമിടിയും കിട്ടണില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഞാനാ? ജോസഫേട്ടൻ നല്ലൊരു വ്യക്തിയാണല്ലോ. ചേച്ചി എന്ത് സഹായത്തിന് വിളിച്ചാലും ഓടി വരുന്ന ആളാണല്ലോ. പിന്നെ നിങ്ങൾ രണ്ടാളും ഒരേ പ്രായമാണല്ലോ. ഞങ്ങളെപ്പോലെ തന്നെ ചേച്ചിക്ക് ജോസഫേട്ടനെയും പരിചയമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാണാൻ പോലെ തന്നെ ചേച്ചിക്ക് ജോസഫേട്ടനെയും കാണാമല്ലോ അല്ലേ? നീ എന്തൊക്കെയാടി പറയണേ? അത് ചേച്ചി, സാം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാലേ, നിങ്ങൾ ഞങ്ങളെ പോലെ അല്ലല്ലോ. അത്യാവശ്യം നല്ല ജീവിതാനുഭവം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് വരുമാന മാർഗമുണ്ട്. പിന്നെ അറിഞ്ഞെടുത്തോളം ജോസഫേട്ടന് ചേച്ചിയെ വലിയ കാര്യമാണ്. ചേച്ചി, അതെ, അളവില്ലാതെ സ്നേഹിക്കാനും പരസ്പരം കുറവുകളൊക്കെ അറിഞ്ഞു പെരുമാറാനും ഒക്കെ സാധിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടാനേ ഭാഗ്യം ചെയ്യണം. വൈകിയാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവണമെന്ന് ഞാൻ വാശി പിടിച്ചുകൊണ്ടാണ് അവരിപ്പോൾ കല്യാണം കഴിക്കാൻ പോണത്. ചേച്ചി മറ്റുള്ളവർ എന്തു പറയുന്ന ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും അതിന് സമയം കാണത്തുള്ളൂ. ചേച്ചി സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ആലോചിക്കേ, നല്ലൊരു ഉത്തരം.
സത്യം പറ, താനിത് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടാവാൻ? നിന്റെ സീൻ നല്ല ബോറായിരുന്നു. ചുമ്മാ ഇരണം, നിന്നോട് ചോദിച്ചില്ല. ചോദിച്ചില്ലെങ്കിൽ പറയാനല്ല ഞാൻ പറയും. നീ പറ, ഞാൻ പിള്ളേരോട് കേട്ടെ. എങ്ങനെയുണ്ട് മക്കളെ? സത്യം പറയാലോ, 2 സീനും ബോറാ. അല്ല, അപ്പൊ രണ്ടാം സീൻ എങ്ങനെയുണ്ട്? അത് നിങ്ങൾ നല്ല റെജറ്റിക് ആയിട്ടാണല്ലോ ചെയ്തത്. അതെ, പക്ഷെ എൻ്റെ ഔട്ട് വരുമ്പോ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. എന്ത് പ്രോബ്ലം? അത് ഈ DIG ചേട്ടൻ്റെ സീൻ ഭയങ്കര ഡ്രാമ. എൻ്റെ പൊന്നു ഞാൻ നീ ശരിക്കും ഡ്രാമ കാണാനായിട്ടാണ്. വെറുതെ ഇടണം. അല്ല, അപ്പൊ രണ്ടാമത്തെ സീൻ എങ്ങനെയുണ്ട്? അത് ഭയങ്കര ലാഗാണ്, ഒരുമാതിരി അവാർഡ് സിനിമ പോലെ ഇരിക്കുന്നു. എടാ നിനക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ എന്നാ ശരി, താങ്ക്സ്. നിങ്ങൾ കേട്ടോ. എടാ നീ മനഃപൂർവ്വം എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി നിന്റെ ശിഷ്യന്മാരെ ഏർപ്പാടാക്കിയല്ലേ? ഓടാണ്. പക്ഷെ ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതി. എന്നിട്ടും എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനമായല്ലോ, വാ വീട്ടിൽ പോ. നിക്ക്, എന്തായാലും മൂന്നാമതൊരു അഭിപ്രായം എടുക്കുന്നത് എന്തായാലും നല്ലതാണ്. ആരോട് ചോദിക്കാൻ, ആര് പറയാൻ? ആ എടാ അവിനാശ, നിനക്ക് വേറെ ആരും കിട്ടിയില്ല ഒരു അഭിപ്രായം ചോദിക്കാൻ. എടാ മിണ്ടാതിരിക്കും. പുള്ളിയാകുമ്പോൾ ഓൾഡ് ജനറേഷൻ്റെ പൾസ് കൃത്യമായിട്ട് അറിയാം. എടാ ഇയാളോട് അവസാനം കണ്ട സിനിമ ഏതാന്ന് ചോദിച്ചു നോക്കിയേ. ബാഹുബലി ഇറങ്ങിയ വേർപ്പിൽ അറിഞ്ഞാണല്ലോ. എടാ നീ ഒന്നും മിണ്ടാതിരിക്കൂ. എടാ അവിനാശേ, ഞാൻ 2 വേർഷനും കണ്ടു. കൊള്ളാം, നന്നായിരിക്കും. ഇതിലാദ്യത്തെ വേർഷനല്ലേ, അതായത് DIG എഴുതിയ സ്ക്രീൻ പ്ലേ, അത് കുറച്ച് പഴയതാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമ വെച്ച് നോക്കുമ്പോൾ ക്യാരക്ടേഴ്സ് ഒന്നും ഒട്ടും നാച്ചുറൽ അല്ല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ. സെക്കൻഡ് വേർഷൻ അത് ത്രൂ ഔട്ട് ലാഗാ. അതായത് നമ്മളൊരു റിയൽ ലൈഫ് സംഭവം സിനിമയായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ അങ്ങോട്ട് റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഡോക്യുമെന്ററി സ്വഭാവം ഉണ്ടാവും. എടാ DIG, ഇത്തരം റിയൽ ലൈഫ് സ്വഭാവമുള്ള സിനിമകൾക്ക് സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ അതിന്റെ നാച്ചുറൽ ഫ്ലോ കളയരുത്. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് അവരേതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ അത് അഭിനയിക്കുന്നവർക്കും കാണുന്ന നമ്മൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഡയലോഗ്സിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനും പാടില്ല. ഇനി അങ്ങനെയുള്ള സിനിമകളെ കാലത്തിന് അതീതമായിട്ട് നിലനിൽക്കുകയുള്ളൂ. എഴുതുന്ന നിനക്കും ഒരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. പോട്ടടാ.